Hi dears, welcome back to Arcanex. So നമ്മുടെ ഓണം എക്സാമിന് ചോദിക്കാൻ കഴിയുന്ന അടിപൊളി ക്വസ്റ്റ്യൻ ആണ് അതാ മോള് കാണുന്നത്. നമുക്കറിയാം നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാറുണ്ട് അല്ലേ. സോ അത്തരത്തിൽ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ കഴിയുന്ന അടിപൊളി ക്വസ്റ്റ്യൻ തന്നെയാണ് അതാ മോളുള്ളത്. 2 മാർക്കിന് ചോദിക്കാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിയേ, റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ബി ക്വസ്റ്റ്യൻ നോക്കിയേ, ഡ്രോ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ സിംഗിൾ പോയിന്റ് ചാർജ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ എ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ എഴുതി വെക്കാം അല്ലേ. സോ പ്രോപ്പർട്ടീസ് അല്ലെ, നമുക്ക് ആദ്യം തന്നെ വരുന്ന പ്രോപ്പർട്ടി എന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർഫസിലുള്ള പൊട്ടൻഷ്യൽ ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഏതൊരു പോയിന്റ് എടുത്താലും ആ സർഫസിന്റെ മുകളിലുള്ള പൊട്ടൻഷ്യൽ ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് നമുക്ക് എന്ത് പറയാം? പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് അറ്റ് ഓൾ പോയിന്റ്സ് ഓൺ ദി സർഫസ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എന്ത് പറയാം? ഈ ഒരു സർഫസിൽ നിന്ന് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓൺ ദ സർഫസ്. ആ സർഫസിന്റെ മുകളിലാണ്, അടുത്ത സർഫസിന്റെ മുകളിൽ കൊണ്ടുപോകണം എന്ത് ചെയ്യണം? നമ്മൾ വർക്ക് ചെയ്യണം. ആൻഡ് ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബി ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ സിംഗിൾ പോയിന്റ് ചാർജ് ആണല്ലേ. സോ സാർ ഇവിടെ നിന്ന് എടുക്കുകയാണ് ഒരു പോയിന്റ് ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ് എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെഗറ്റീവ് ചാർജ് എടുക്കാം, ഒരു പ്രശ്നമില്ല. സാർ ഇവിടെ പോസിറ്റീവ് ചാർജ് എടുക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും? പോസിറ്റീവ് ചാർജിന് ഫീൽഡ് ലൈൻസ് തുടങ്ങിയല്ലേ ചെയ്യുക. സോ പുറത്തേക്കായിരിക്കും ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. സോ അതിന് കോൺസെൻട്രിക് ആയിട്ട് കുറച്ച് സർക്കിൾസ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ യെസ്, ആ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കിട്ടും. നോക്കിക്കേ, സോ ഇതായിരിക്കും ഒരു പോസിറ്റീവ് ചാർജിന്റെ അകത്ത് ഉണ്ടാകുന്ന ആ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇതാ നോക്കിക്കേ, ഇതായിരിക്കും നമ്മുടെ 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇവിടെ ഉള്ളത്. ക്ലിയർ അല്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. സോ ബൈ.